അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ച് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയിലെ അംഗങ്ങൾ കാഞ്ഞങ്ങാട്ട് ധർണാ സമരം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോസഫ് കളരിമുറിയിൽ സമരം ഉദ്ഘാടനം ചെയ്തു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. KSEB ലിമിറ്റഡ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2022 ജൂലൈ മാസം നൽകേണ്ടുന്ന DAയും DRഉം വളരെ വൈകി കഴിഞ്ഞ മാർച്ച് മാസം അനുവദിച്ചിരുന്നുവെങ്കിലും 2022 ജൂലൈ മുതൽ 2025 മാർച്ച് വരെ ലഭിക്കേണ്ടുന്ന 33 മാസത്തെ ക്ഷാമാശ്വാസത്തിന്റെ കുടിശ്ശിക പെൻഷൻകാർക്ക് നിശ്ചയിച്ചു. മാത്രമല്ല 2022 ജനുവരിയിൽ ലഭിക്കേണ്ടുന്ന DAയും DRഉം 2024 ജൂലൈയിൽ അനുവദിച്ചപ്പോഴും പെൻഷൻകാർക്ക് ലഭിക്കേണ്ടുന്ന 33 മാസത്തെ ക്ഷാമാശ്വാസ കുടിശ്ശിക നൽകിയില്ല. സർക്കാരിന്റെ പിന്തുണയോടെ KSEB ലിമിറ്റഡിൽ നടക്കുന്ന ഈ കരാർ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടിയിൽ പ്രതിഷേധിച്ചാണ് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ കാസർഗോഡ് ജില്ലാ ഘടകം നേതൃത്വത്തിൽ അംഗങ്ങൾ ചൊവ്വാഴ്ച രാവിലെ കാഞ്ഞങ്ങാട്ടെ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിനു മുമ്പിൽ ധർണാ സമരം നടത്തിയത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോസഫ് കളരിമുറിയിൽ ഉദ്ഘാടനം ചെയ്തു. 8/2024 മുതൽ നാളിതുവരെ ഓരോ ഗഡുവായി ലഭിക്കേണ്ടിയിരുന്ന ക്ഷാമാശ്വാസത്തിന്റെ കുടിശ്ശിക ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം ഈ മാർച്ച് മാസത്തിൽ KSEB ലിമിറ്റഡ് ഒരു 3% ക്ഷാമബത്തയും കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് 4% ക്ഷാമബത്തയും കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവായി. ആ ക്ഷാമബത്തയുടെ ഉത്തരവിൽ തന്നെ ഈ കുടിശ്ശികയെ കുറിച്ച് പ്രതിപാദിച്ചിട്ടേ ഇല്ല. ക്ഷാമാശ്വാസത്തിന്റെ കുടിശ്ശികയെ കുറിച്ച് പ്രതിപാദിച്ചിട്ടേ ഇല്ല. ഫലത്തിൽ ഈ ഉത്തരവ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ക്ഷാമാശ്വാസത്തിൻ്റെ കുടിശ്ശിക കൊടുക്കുന്ന ഒരു സമ്പ്രദായം, അല്ലെങ്കിൽ ഈ പറയുന്ന പെൻഷൻകാർക്കും ജീവനക്കാരനും അർഹമായ ലഭിക്കേണ്ട ക്ഷാമാശ്വാസത്തിൻ്റെയും ക്ഷാമബത്തയുടെയും കുടിശ്ശിക കൊടുക്കുന്ന ഒരു സാധാരണ നിലയിൽ തുടർന്നു കൊണ്ടിരുന്ന സമ്പ്രദായം KSEB കൂടെ നിർത്താൻ പോവുകയാണ് എന്ന് നമുക്ക് തോന്നുന്നു. ജില്ലാ പ്രസിഡന്റ് രാഘവൻ കുളങ്ങര, ജില്ലാ ട്രഷറർ P. ജയചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ മുടിക്കാനം, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ PV ചന്ദ്രശേഖരൻ, വിജയൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KV സുരേശൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV ജനകൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.